ഇവിടെ ചില കരിനിയമങ്ങൾ കൊണ്ടുവന്നു. NIA നിയമത്തിൻ്റെ ഭേദഗതി. NIA നിയമത്തിൻ്റെ ഭേദഗതിക്കെതിരെ നമ്മുടെ കേരളത്തിലെ MP-മാർക്ക് വേണ്ട രീതിയിൽ ശബ്ദമുയർത്താൻ കഴിഞ്ഞോ? എന്താണ് അവർക്ക് തടസ്സം? എന്തിനാണ് കരിനിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വ്യക്തമല്ലേ? സാങ്കേതികമായി ഉയർത്തുന്നുണ്ടാവും, പക്ഷേ എവിടെയും കാണാനില്ല. പിന്നെ കാണാനില്ല, പിന്നെ മൂലയിൽ പോയി വിളിക്കുകയാണ്. EAPA ബിൽ വന്നു. EAPA ബിൽ ഏറ്റവും വലിയൊരു കരിനിയമമാണ്. ആ കരിനിയമം ശക്തിപ്പെടുത്താനുള്ള ഭേദഗതി ബില്ലാണ് കൊണ്ടുവരുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്തു? BJPയോടൊപ്പം ചേർന്നു, BJPയുടെ കൂടെ കൂടി. ഇതല്ലേ നമ്മുടെ നാട് കണ്ടത്? ഇതെല്ലാം ആരെ ലക്ഷ്യമിടുന്നു എന്നത് വ്യക്തമല്ലേ? ഈ ഓരോ സംഭവവും നമ്മുടെ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകളെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. ഞങ്ങൾ കൂടി കാരണമാണല്ലോ ഈ അവസ്ഥയുണ്ടായത്. ഇവർ പാർലമെൻറ്റിൽ പോയത്, അവിടെ എത്തിയതിനു ശേഷം കാണിക്കുന്ന സമീപനം ഇതാണല്ലോ എന്ന് വേദനയോടെ ഓർത്ത ഒരാളല്ല, അനേക ലക്ഷം ആളുകൾ നമ്മുടെ കേരളത്തിൽ. ഇത് നിയമനിർമ്മാണങ്ങളുടെ കാര്യം മാത്രമല്ലല്ലോ. എന്തെല്ലാം സംഭവങ്ങൾ രാജ്യത്ത് നടന്നു, ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങൾ. ശക്തമായ രോഷപ്രകടനമുണ്ടാവണ്ടേ? പാർലമെൻറ്റ് ഇവരുടെ ശബ്ദം കേൾക്കുന്നില്ലാലോ, BJPക്കെതിരെ ഉയരുന്നില്ലാലോ. ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. അതിനെതിരെ ശബ്ദമില്ലാലോ. നമ്മുടെ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ വിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പ്രവർത്തകരെയും ദ്രോഹിക്കുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, ജയിലിലടക്കുന്നു, മാസങ്ങളും വർഷങ്ങളും ജയിലിൽ കിടക്കേണ്ടി വരുന്നു. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? നമ്മുടെ പ്രതിനിധികളായി പോയ ആളുകൾ ഓരോരുത്തരും സ്വീകരിച്ച സമീപനം എന്താ? ഈ പറഞ്ഞവർ BJPയുടെ കൂടെ നിന്നു. കോൺഗ്രസിനെയും വേട്ടയാടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടിയിട്ടുണ്ട്. CBIയും EDയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഇപ്പോൾ ഇൻകം ടാക്സും അങ്ങനെ ഓരോരുത്തരായിട്ട് രംഗത്ത് വരികയാണ്. അവരിൽ പലരും കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കും.